നമസ്കാരം. സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ പല താരങ്ങളും മിന്നും പ്രകടനം നടത്തി കയ്യടി നേടുകയാണ്. ഇതിനോടകം തന്നെ അൺക്യാപ്ഡ് താരങ്ങളായ ചിലർ മിന്നും സെഞ്ചുറി പ്രകടനങ്ങളുമായി കയ്യടി നേടിയിരുന്നു. ഇപ്പോഴത്തെ എല്ലാവരെയും ഞെട്ടിച്ച് വീണ്ടും ഒരു വെടിക്കെട്ട് സെഞ്ചുറി പിറന്നിരിക്കുകയാണ്. അഭിഷേക് ശർമ്മയാണ് ഇത്തവണ എല്ലാവരുടെയും കയ്യടി നേടിയിരിക്കുന്നത്. പഞ്ചാബിന്റെ ഓപ്പണറായ അഭിഷേക് മേഘാലയക്കെതിരെ 28 പന്തിലാണ് സെഞ്ചുറി നേടിയത്. 106 റൺസുമായി താരം പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. 8 4-ഉം 11 6-ഉമാണ് അഭിഷേക് പറത്തിയത്. 365.52 സ്ട്രൈക്ക് റേറ്റിലാണ് അഭിഷേകിന്റെ ബാറ്റിംഗ് വിസ്ഫോടനം നടന്നത്. IPL-ഉം ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പരമ്പരയും വരാനിരിക്കവേ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് അഭിഷേക് നടത്തിയിരിക്കുന്നത്. മേഘാലയ മുന്നോട്ട് വച്ച 143 റൺസ് വിജയലക്ഷ്യം അഭിഷേകിന്റെ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ 9.3 ഓവറിൽ പഞ്ചാബ് മറികടക്കുകയായിരുന്നു. 28 പന്തിൽ സെഞ്ചുറി നേടിയതോടെ ലോക റെക്കോർഡാണ് അഭിഷേക് ശർമ്മയെ തേടിയെത്തിയിരിക്കുന്നത്. T20യിൽ വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡിൽ ഉർവിൽ പട്ടേലിനൊപ്പം തലപ്പത്താണ് ഇപ്പോൾ അഭിഷേക് ഉള്ളത്. അഭിഷേക് ഋഷഭ് പന്തിന്റെ റെക്കോർഡിനെയും മറികടന്നിരിക്കുകയാണ്. 32 പന്തിലാണ് ഋഷഭ് പന്ത് സെഞ്ചുറി നേടിയത്. എന്നാൽ ഈ റെക്കോർഡെല്ലാം അഭിഷേക് പഴങ്കഥയാക്കുകയായിരുന്നു. രോഹിത് ശർമ്മ 35 പന്തിലും സെഞ്ചുറി നേടിയിട്ടുള്ളതാണ്. ഇന്ത്യൻ ടീമിൽ തനിക്കും സീറ്റ് വേണമെന്ന പ്രകടനത്തിലൂടെ ആവശ്യപ്പെടുകയാണ് അഭിഷേക്. ഇംഗ്ലണ്ട് പരമ്പരയിൽ സൂപ്പർ താരങ്ങളെല്ലാം തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്പോഴും അഭിഷേകിന് ടീമിൽ സ്ഥാനം ഒരുപക്ഷെ ലഭിച്ചേക്കും. ബൗളർ എന്ന നിലയിലും ടീമിന് ഉപകാരിയാണ് അഭിഷേക്. യുവരാജ് സിംഗിന്റെ ശിഷ്യനായ അഭിഷേകിന് യുവരാജ് ഇന്ത്യൻ ടീമിന് നൽകിയതുപോലെ വലിയ നേട്ടങ്ങൾ നൽകാനാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. കത്തിക്കയറാൻ കെൽപ്പുള്ള ഇടംകൈയൻ ബാറ്റർ സഞ്ജു സാംസൺ ഉൾപ്പെടെ ഓപ്പണിംഗ് നോട്ടമിടുന്ന എല്ലാ താരങ്ങൾക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്ന് പറയാം. അനായാസം റൺസ് ഉയർത്താൻ താരത്തിന് കഴിവുണ്ട്. വിക്കറ്റ് പോകുമോ എന്ന ഭയമില്ലാതെ കളിക്കാൻ അഭിഷേകിന് സാധിക്കുന്നുണ്ട്. ഇന്ത്യക്കായി ഇതിനോടകം അരങ്ങേറ്റം നടത്തിയ താരം സെഞ്ചുറിയും T20യിൽ നേടിക്കഴിഞ്ഞു. സ്ഥിരതയില്ലാത്തതാണ് അഭിഷേകിന്റെ പ്രധാന പ്രശ്നം. എന്നാൽ ഫോമിലേക്ക് എത്തിയാൽ വലിയ സ്കോറിലേക്ക് ഉയരാനും പ്രതിഭയുണ്ട് അഭിഷേകിന്. പവർ പ്ലേക്കുള്ളിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് അഭിഷേകിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം മിന്നിക്കാൻ അഭിഷേകിന് സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും അഭിഷേകിനെ ഹൈദരാബാദ് നിലനിർത്തിയിരുന്നു. വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പരയിലും അഭിഷേകിന് സീറ്റ് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് എയിൽ ഉൾപ്പെട്ടിട്ടുള്ള പഞ്ചാബ് 4-ാം സ്ഥാനത്താണുള്ളത്. 7 മത്സരത്തിൽ നിന്ന് 4 ജയമാണ് പഞ്ചാബ് നേടിയിട്ടുള്ളത്. രാജസ്ഥാനും ബംഗാളും മധ്യപ്രദേശും പഞ്ചാബിന് മുകളിലായി ഉണ്ട്. അഭിഷേക് ശർമ്മ സെഞ്ചുറിയോടെ മിന്നിച്ചപ്പോൾ CSK നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന് 3 റൺസിൽ സെഞ്ചുറി നഷ്ടമാവുകയായിരുന്നു. ഇന്ത്യൻ ടീമിൽ ശക്തമായ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന താരമാണ് ഋതുരാജ്. എന്നാൽ 48 പന്തിൽ 97 റൺസ് എടുത്ത് മഹാരാഷ്ട്ര നായകനായ ഋതുരാജ് പുറത്തായിരിക്കുകയാണ്. യുവതാരങ്ങളെല്ലാം മിന്നിക്കുമ്പോൾ ഓപ്പണറായ ഋതുരാജിന് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് തന്നെ പറയാം.